ഹലോ, നമുക്കിന്ന് നല്ലൊരു അടിപൊളി മീനച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ ആൾക്ക് മത്തി തന്നെ വേണമെന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ ഇതേപോലെ കഷ്ണങ്ങളാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. നമ്മളൊന്നും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും. ഇങ്ങനെ കഷ്ണങ്ങളാകുമ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ നന്നായി വൃത്തിയാക്കിയിട്ട് വിനീഗറും ഉപ്പും കൂടിയിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം അതിൻ്റെ സ്മെല്ല് എടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് ഇടേണ്ടത്. കാരണം എല്ലാ മസാലയും കൂടി ആയി വരുമ്പോഴത്തേക്കും ഭയങ്കര എരിവ് ഫീൽ ചെയ്യും ചില സമയത്ത്. സോ നമ്മൾ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഉപ്പ്, ഇത്രയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കണേ. നല്ലോണം മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് എണ്ണയിലാണ് കേട്ടോ. നല്ല എണ്ണയിലാണ്. എണ്ണയിലാവുമ്പോഴാണ് കുറച്ചധികം ഈട് നിൽക്കുള്ളൂ. പിന്നെ അച്ചാറൊക്കെ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക നല്ലെണ്ണയിൽ ഇടുമ്പോൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ പെട്ടെന്ന് എടുക്കുന്നതാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തതാണെങ്കിൽ കുറച്ചധികം വെക്കുന്നതാണെങ്കിൽ എണ്ണയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബാച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് മുന്നേ കുറച്ചധികം കരിവേപ്പില അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ, ഒട്ടിപ്പിടിക്കാണ്ടോ അടി പിടിക്കാണ്ടോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മീൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിച്ച് കിരികിരാന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ അച്ചാർ അടിപൊളിയുള്ളൂ. അപ്പോൾ ഞാനൊരു പാകം കാണിച്ചു തരാം. ഇതേപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വറുത്തെടുക്കാറ്. വല്ലാണ്ട് ലോ ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞു പോവും. അപ്പോൾ കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതേപോലെ വറുത്തെടുക്കാം. ഞാൻ എല്ലാ ബാച്ചും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഓയിൽ ഞാൻ തെളി മാത്രം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തരിതരിപ്പ് ഉണ്ടാവുമല്ലോ, അതായത് എണ്ണ കേട്ടോ, അതിൻ്റെ ആ ഒരു തരിതരിപ്പ് നമ്മൾ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ആ തെളി മാത്രം എടുത്തിട്ട് ഇനി ബാലൻസ് എണ്ണ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉലുവ ഇടണ്ട. ഞാൻ ഉലുവപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഉലുവപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഒരു 8-9 ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ. കണക്ക് പറയാനാണെങ്കിൽ ഒരു 4 ഉണ്ടോളം ഞാൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി. ഒരു അത്യാവശ്യം വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പൊടികൾ ചേർത്തത് കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ഉപ്പ്, ഇത്തിരി ഉലുവാപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അച്ചാർ പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ അച്ചാർ പൊടിയാണ് കേട്ടോ. അതിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ്. നമ്മുടെ കായം, ഉലുവ, മുളക് എല്ലാം ചേർത്തിട്ട് ഞാൻ പൊടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അച്ചാർ പൊടി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം നമ്മൾ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മസാല ഒന്ന് ലൂസാക്കി കൊടുക്കുക. ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി ചൂടുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള മീനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മീൻ ഉടയാതെ പതുക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നമുക്കൊന്ന് മിക്സായിട്ട് വരണം. ഈ സംഭവം നമ്മൾ ഇന്ന് ഉപയോഗിക്കരുത്. ഇന്ന് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ അടച്ച് വെച്ചിട്ട് അത്യാവശ്യം ചൂടാറിയതിന് ശേഷം അടച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം പാത്രത്തിലാക്കി വയ്ക്കാം. ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ഡേ രാവിലെയാണിപ്പോൾ ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കഴിക്കുന്നവരാരും അധികം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കില്ല. എന്നാലും ഞാൻ പറയാം, അധികം വെള്ളമില്ലാത്ത സ്പൂണൊക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കുറേശ്ശെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. അങ്ങനത്തെ ഒരു അച്ചാറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ.